2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ നേടുകയെന്ന അതിമോഹമായ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നു. ഇത് 2019-നേക്കാൾ 67 സീറ്റുകൾ കൂടുതലാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400 കടക്കുന്നതിന് മറ്റൊരു ഉയർന്ന ലക്ഷ്യത്തിലെത്താൻ ഇത് സഹായിക്കുമോ? ലോക്സഭയിൽ 543 സീറ്റുകളാണുള്ളത്. 2014-ലും 2019-ലും യഥാക്രമം 282-ഉം 303-ഉം BJP നേടിയിരുന്നു. രണ്ടാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ 2019 ഓഗസ്റ്റിൽ പഴയ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370-ാം വകുപ്പ് മോദി സർക്കാർ റദ്ദാക്കിയിരുന്നു. ഫെബ്രുവരിയിൽ BJPയുടെ ദേശീയ ഭാരവാഹികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞു, 370 എന്നത് BJPക്ക് കേവലമൊരു സംഖ്യയല്ല, അത് അഗാധമായ ഒരു വികാരത്തെ പ്രതീകപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിനായിട്ടാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. എന്നിരുന്നാലും ഈ സംഖ്യ BJPയുടെ ഉയർന്നുവരുന്ന അഭിലാഷങ്ങളും പാർട്ടിയുടെ സമർത്ഥമായ ലക്ഷ്യം നിർണ്ണയിക്കുന്ന തന്ത്രവും ചിത്രീകരിക്കുന്നു. തിരഞ്ഞെടുപ്പ് NDAയുടെ അനായാസ വിജയമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഖേദർ അലസരായേക്കാം. എന്നാൽ 67 സീറ്റുകൾ കൂടി കൂട്ടിച്ചേർക്കുക എന്നത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സീറ്റുകളുടെ കണക്ക് എങ്ങനെയെന്നു കണക്കാക്കാം. BJP വീണ്ടും അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് മിക്ക വിശകലന വിദഗ്ധരും സമ്മതിക്കുന്നുണ്ടെങ്കിലും 370 സീറ്റുകൾ പാർട്ടിക്ക് കടുപ്പമേറിയ ഒന്നാണ്. 2019-ൽ എല്ലാ സീറ്റുകളും നേടിയ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ക്ലീൻ സ്വീപ്പ് ആവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. മാത്രമല്ല, പകുതിയിലധികം സീറ്റുകൾ നേടിയ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ മുൻതൂക്കം നിലനിർത്തുക, അതിൻ്റെ ഭാരത്തിന് താഴെ പഞ്ച് ചെയ്ത സംസ്ഥാനങ്ങളിൽ പരമാവധി നേട്ടങ്ങളുണ്ടാക്കുക എന്നിവയും കൂടിയാണ്. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളാണ് BJP 95% വിജയിച്ചത്. രാജസ്ഥാനിലും ഹരിയാനയിലും വെല്ലുവിളികൾ നേരിട്ടേക്കാം. രാജസ്ഥാനിലെ 25 സീറ്റുകളിലും വിജയിച്ചു. 2023 മുഖ്യമന്ത്രിയായി അധികാരമേറ്റ MLA ഭജൻലാൽ ശർമ്മയ്ക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു പരീക്ഷണമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടർമാർ വ്യത്യസ്തമായി വോട്ട് ചെയ്യുമെങ്കിലും BJPയെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമാണിത്. സംസ്ഥാനങ്ങളിൽ BJPയുടെ നേരിട്ടുള്ള എതിരാളിയായ കോൺഗ്രസ് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ വോട്ട് വിഹിതം നേടിയിരുന്നു. 10 സീറ്റുകൾ നേടിയ ഹരിയാനയിൽ BJPയുടെ വോട്ട് അടിത്തറ കുറയും. കർഷക പ്രതിഷേധങ്ങളും ML ഖത്തർ വിവിധ വിഭാഗങ്ങളിലെ ആകർഷണം നഷ്ടപ്പെടുത്തുന്നതും സംസ്ഥാനത്തെ അതിൻ്റെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കും. ഖത്തറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ പാർട്ടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയാക്കി. ജനമനസ് മനസ്സിലാക്കി 48-ൽ 41 സീറ്റുകളും BJP നേടിയ മഹാരാഷ്ട്രയിൽ ശിവസേനയും NCPയെയും പിളർത്തി BJP തരം താഴ്ത്തിയതിനു ശേഷവും പ്രതിപക്ഷ സഖ്യത്തിന് ലഭിക്കുന്ന പിന്തുണ വെല്ലുവിളിയാക്കാം. 2019-ൽ 80-ൽ 62 സീറ്റും BJP നേടിയ ഉത്തർപ്രദേശ് രാമക്ഷേത്ര പ്രശ്നത്തെ തുടർന്ന് കൂടുതൽ വിപുലീകരണത്തിനുള്ള ശക്തമായ അവസരമാണ് നൽകുന്നത്. പശ്ചിമ ബംഗാളിൽ 2019-ൽ ആകെയുള്ള 42-ൽ 18 സീറ്റുകളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ BJPക്ക് ഒരു പ്രധാന അവസരമുണ്ട്. അവസരങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിലാണ്. 2019-ൽ 25 BJPക്ക് സീറ്റൊന്നും ലഭിക്കാത്ത ആന്ധ്രാപ്രദേശ് TDPയുമായും ജനസേനയുമായും സഖ്യമുണ്ടാക്കിയ പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. 17-ൽ 5 സീറ്റുകളും പാർട്ടി നേടിയ തെലുങ്കാന BJPക്ക് തങ്ങളുടെ നില ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള മറ്റൊരു അവസര സംസ്ഥാനമാണ്. തമിഴ്നാടും കേരളവും 1-2 സീറ്റുകൾ നൽകി ആശ്ചര്യപ്പെട്ടേക്കാം. എന്നാൽ പുതിയ അടിത്തറ തകർക്കാൻ അറിയാവുന്ന BJPയെ നിങ്ങൾക്ക് ഒരിക്കലും കുറച്ചു കാണാനാകില്ല. ഈ കണക്ക് ഇത്തവണ BJPക്ക് 67 സീറ്റുകൾ കൂടി നൽകുമോ? BJP 400 സീറ്റ് കിട്ടുമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഇത്രയും സീറ്റ് കിട്ടണമെങ്കിൽ കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ അത്ഭുതം നടക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ.
മൊത്തം 543 സീറ്റുകളിൽ 370 സീറ്റുകളും BJPക്ക് ഉറപ്പാക്കാൻ ഓരോ ബൂത്തിലും 370 വോട്ടുകൾ അധികമായി പോൾ ചെയ്യുന്നത് ഉറപ്പാക്കാൻ മോദി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. 370 സീറ്റ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ BJP പാർട്ടി വിഭവങ്ങൾ അണിനിരത്തുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാജ്യത്തെ 300 ജില്ലകളിലും പാർട്ടി കോൾ സെന്ററുകൾ സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ 370 ലോക്സഭാ സീറ്റുകളിലാണ് കോൾ സെന്ററുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. നിലവിൽ 19,000 പാർട്ടി പ്രവർത്തകർ ദിവസേന 40 ലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തിച്ചേരുന്നു. പുതിയ കേന്ദ്രങ്ങൾ കൂടി വരുന്നതോടെ പ്രതിദിന 50 ലക്ഷം കോളുകൾ കടക്കുകയെന്ന ലക്ഷ്യത്തോടെ ഏകദേശം 21,000 ആളുകൾ ഉണ്ടാകും. നിരവധി സർക്കാർ പദ്ധതികളുടെ 13 കോടി ഗുണഭോക്താക്കളെ പാർട്ടി ഇതിനകം മാപ്പ് ചെയ്തു കഴിഞ്ഞു. ഈ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും അതിൻ്റെ 20 ദിവസത്തെ ഗുണഭോക്താക്കളുടെ വിതരണ പരിപാടിയിൽ ഉൾപ്പെടുത്തും.